കഥ തുടരുന്നു. എന്തിനോ അവളുടെ ഉള്ളം പൊട്ടിക്കരയാൻ വെമ്പി. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് സിൻഡ്രല്ല. വാലു വിഷയം മാറ്റി. സിൻഡ്രല്ല നിരുത്സാഹപ്പെടുത്തിയിട്ടും നമുക്ക് ഒരു നല്ല കുക്കിനായി കുറേ നാളായി ഞാൻ ശ്രമിക്കുന്നു. ഇന്നത് ഓക്കെയായി. സ്റ്റേറ്റ്സിന് പറക്കുന്ന ഡോക്ടർ ഉമ്മൻ്റെ കുക്ക് മറിയച്ചേർത്തി നാളെ മുതൽ ഫ്രീ ആണ്. നാളെ രാവിലെ ആ സ്ത്രീ വരും. ഒരു കുക്കിന് വേണ്ടി വെറുതെ ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ, സിൻഡ്രല്ല പറഞ്ഞു. ഇവിടുത്തെ ഇത്തിരി ജോലികളൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെ ഡോക്ടർ സ്വയമാണല്ലോ ചെയ്യുന്നത്. കുക്ക് വന്നാൽ പിന്നെ അവർക്ക് എന്തുണ്ട് ഇവിടെ ജോലി? പണി പൂർത്തിയായ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റുമ്പോൾ ഞാൻ നിർബന്ധിക്കില്ല. ഡോക്ടർ ഇഷ്ടം പോലെ ചെയ്ത് ആയിക്കോളൂ. സിൻഡ്രല്ലയ്ക്ക് ഒരു ഹെൽപ്പാകുമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ. അതൊക്കെ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് മതി. ഇവിടെ ഇപ്പോൾ ആരും വേണ്ട. ആ സ്ത്രീയോട് ഇപ്പോൾ വരേണ്ടെന്ന് പറയണോ ഞാൻ? എത്ര നേരത്തെ പറഞ്ഞാൽ ആ പാവം സ്ത്രീക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. ശരി. ഫോണും എടുത്ത് വാലി പുറത്തേക്ക് നടന്നു. അപ്പോൾ കുളിമുറിയിൽ നിന്ന് അമ്മുവിൻ്റെ വിളിയെത്തി. ആൻറ്റി, എനിക്ക് മാറാനുള്ള ഡ്രസ്സ് കിട്ടിയില്ല. സോറി മോളോ, ആൻറ്റി ഇപ്പം കൊണ്ടുവരാം. ഡ്രസ്സുമായി വന്ന കുളിമുറിയുടെ വാതിൽക്കലെത്തി സിൻഡ്രല്ല അറിയിച്ചു. മോളോ, വാതിൽ അല്പം തുറക്കണേ, ദാ ഡ്രസ്സ് ആൻറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മു വാതിൽ അല്പമായി തുറന്നപ്പോഴേക്കും ആ വിടവിലൂടെ സിൻഡ്രല്ല ഡ്രസ്സ് അകത്തേക്ക് നീട്ടി. പിന്നെ അടുക്കളയ്ക്ക് ഓടി. അവൾ സപ്പർ റെഡിയാക്കിയപ്പോഴേക്കും അമ്മു ഹോംവർക്കുകൾ ചെയ്ത് തീർത്തു. പതിവ് പോലെ ഉറങ്ങാനായി അവൾ അച്ഛൻ്റെ മുറിയിലെത്തി. ഇന്നെന്താ മോളുടെ മൊത്തൊരു വിഷമം? പതിവ് കിഞ്ഞാരങ്ങളൊന്നും കേട്ടില്ലല്ലോ. എനിക്ക് അമ്മയുടെ ഓർമ്മ വന്നാച്ചാ. എന്താ ഇന്നിപ്പോൾ അമ്മയെ ഓർക്കാൻ? ഒന്നുമില്ല, വെറുതെ ഓർമ്മ വന്നതാ. എൻ്റെ അമ്മയല്ലേ. ഈ അമ്മ പക്ഷേ മോൾ അച്ഛൻ്റെ ഒപ്പം പോകുന്നതിന് പിണക്കം നടിച്ചിട്ടുണ്ട്, വഴക്കു പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ തന്ന സ്നേഹമൊന്നും ഒരിക്കലും അമ്മ മോളുടെ അടുത്ത് കാണിച്ചിട്ടില്ല. എന്നാലും എന്നെ പ്രസവിച്ച അമ്മയല്ല അച്ഛാ, എനിക്ക് മറക്കാൻ പറ്റുമോ? ബാലു അത്ഭുതത്തിൽ മകളെ നോക്കി. അമ്മ കരയുന്നതായി ഞാൻ ഒരു ദിവസം സ്വപ്നം കണ്ടു. എന്ന്? കുറച്ച് ദിവസമായി. അമ്മ കരയുന്നത് മോളോ എന്തെങ്കിലും നേരിൽ കണ്ടിട്ടുണ്ടോ? അമ്മ കുഴങ്ങി. മോളുടെ അമ്മ ഒരിക്കലും ജീവിതത്തിൽ കരഞ്ഞിട്ടില്ല മോളോ. എൻ്റെ അനുഭവത്തിൽ നിൻ്റെ അമ്മയ്ക്ക് ദേഷ്യപ്പെടാനും വഴക്കിടാനുമേ അറിയൂ. അമ്മയെ അങ്ങനെയൊന്നും പറയണ്ട, അവൾ ചിണുങ്ങി. അച്ഛനും എന്നെ കാണാത്ത സങ്കടത്തിൽ അമ്മ മരിച്ചു പോകും അച്ഛാ. ബാലു അമ്പരന്നു. ഇതാരാ നിന്നോട് പറഞ്ഞത്? ആരും പറയണ്ട, എനിക്കറിയാം. മോളുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞതെന്താണോ? നിൻ്റെ അമ്മയുടെ പേഷ്യൻ്റാണ് ആ സ്ത്രീ എന്ന് എനിക്കറിയാം. നിന്നെ എന്നിൽ നിന്ന് അകറ്റി സ്വന്തം പക്ഷത്തേക്ക് അടുപ്പിക്കാൻ നിൻ്റെ അമ്മ ശ്രമിക്കുന്നുവെന്നും അറിയാം. മോളു, നിൻ്റെ ആ ക്ലാസ് ടീച്ചർ പറയുന്നതൊന്നും നീ വിശ്വസിക്കരുത്. ക്ലാസ് ടീച്ചർ എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല അച്ഛാ. അമ്മു കരയാൻ തുടങ്ങി. പറഞ്ഞു, എനിക്കുറപ്പുണ്ട്. നിനക്കറിയില്ല നിൻ്റെ അമ്മയുടെ മനസ്സ്. അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതറിഞ്ഞ് നിന്നെയും കൊണ്ട് ആ ഹോസ്പിറ്റലിൽ എത്തിയതാ ഞാൻ. നിന്നെ നിൻ്റെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായതുമാ. അവൾ അപ്പോൾ പറഞ്ഞത് അപ്പുവിനെ കൂടി എൻ്റെ ഒപ്പം വിട്ടയക്കാമെന്നാ. എന്നിട്ട് അവളിപ്പോൾ നിന്നെ കൂടി എന്നിൽ നിന്ന് അപഹരിക്കാൻ ശ്രമിക്കുക. മനസ്സറിഞ്ഞ് നമ്മൾ വിട്ടുകൊടുക്കുന്നതല്ല അവൾക്കിഷ്ടം, തട്ടിപ്പറിച്ചെടുക്കുന്നതാ. ശോഭമടക്കി അയാൾ എഴുന്നേറ്റ് മുറിവിട്ട് പോയി. അമ്മ മുറിയിൽ തനിച്ചായി. അവൾക്കപ്പോൾ അമ്മയെ കാണണമെന്ന് ശരിക്കും തോന്നി. മുറിയുടെ മുന്നിലെ കോറിഡോറിലൂടെ അച്ഛൻ ഉലാത്തുന്നത് തുറന്നു കിടന്ന വാതിലൂടെ അമ്മുവിന് കാണാമായിരുന്നു. എന്നിട്ടും താൻ തനിച്ചാണെന്ന ഭയം അവൾക്ക് അനുഭവപ്പെട്ടു. അമ്മു ഉറങ്ങുമ്പോഴും അച്ഛൻ അകത്ത് എത്തിയിരുന്നില്ല. പിറ്റേന്ന് അച്ഛനാണ് അവളെ സ്കൂളിൽ കൊണ്ടുപോയത്. ക്ലാസ് ആരംഭിക്കുന്നവരെ കാത്ത് ക്ലാസ് ടീച്ചറെ കണ്ട ശേഷമാണ് മടങ്ങിയതും. ക്ലാസ്സിലെത്തിയപ്പോൾ ടീച്ചറുടെ മുഖത്ത് എന്തോ ഒരു കനപ്പ് പ്രകടമായിരുന്നു. അച്ഛനൊരു പക്ഷേ ടീച്ചറോട് വഴക്കിട്ടിരിക്കുമോ എന്നോർത്തപ്പോൾ അമ്മുവിന് വല്ലാത്ത അപമാനം അനുഭവപ്പെട്ടു. അവളോട് പ്രത്യേക സ്നേഹം കാണിച്ചിരുന്ന മിസ്സാണ്. അന്ന് പക്ഷേ അവർ അമ്മുവിൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചതേയില്ല. വൈകുന്നേരം അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കാറുമായി വന്നതും ബാലുവായിരുന്നു. അച്ഛൻ്റെ അരിയിലിരുന്ന് മടങ്ങുമ്പോൾ അമ്മ ചോദിച്ചു, രാവിലെ അച്ഛൻ ടീച്ചറോട് എന്താ പറഞ്ഞത്? എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കരുതെന്ന്. അവളുടെ മുഖം താണു. പിന്നെ അമ്മ ഒന്നും മിണ്ടിയില്ല. ബാലുവും ശബ്ദിച്ചില്ല. അയാൾക്ക് അന്ന് നൈറ്റായിരുന്നു. രാത്രി അമ്മുവിൻ്റെ മൊബൈലിലേക്ക് അപ്പുവിൻ്റെ വിളി വന്നു. അമ്മൂട്ടി, മോൾ ഉറങ്ങിയോ? ഇല്ലേട്ടാ, ഞാൻ കിടക്കാൻ ഒരുങ്ങുകയായിരുന്നു. അച്ഛനിന്ന് നൈറ്റാണല്ലേ? അതെ. ഏട്ടൻ അതെങ്ങനെ അറിഞ്ഞു? സാമിൻ്റെ പപ്പയിൽ നിന്ന്. അച്ഛൻ്റെ ഡ്യൂട്ടി ഷെഡ്യൂൾ മൊത്തം സാം അവൻ്റെ പപ്പയുടെ മമ്മയുടെ കയ്യിൽ നിന്ന് അറിഞ്ഞു വയ്ക്കും. സാമിൻ്റെ മമ്മ നിതാൻറ്റി നമ്മുടെ പക്ഷത്താ, അവൻ്റെ പപ്പ അച്ഛൻ്റെ പക്ഷത്തും. ആകട്ടെ, നീ ഇപ്പോൾ ആ സ്ത്രീയുടെ മുറിയിൽ ഉറങ്ങാറില്ലല്ലോ? ഇല്ല പേട്ടാ. എന്നേനത് നിർത്തി? നീ അമ്മയെക്കുറിച്ച് അച്ഛൻ്റെ അടുത്ത് പറയാറുണ്ടോ? അച്ഛന് അമ്മയോട് സ്നേഹം തോന്നി തുടങ്ങിയോ? ഇല്ല പേട്ടാ. അച്ഛൻ ഇപ്പോഴും അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതിനെല്ലാം പിന്നിൽ ആ ബാരൻ ലേഡിയാ. ബാരൻ എന്ന് വെച്ചാൽ എന്താ? പ്രസവിക്കാത്ത സ്ത്രീ, മക്കളുണ്ടാവാത്ത സ്ത്രീ. അവർ അച്ഛന് നന്നായി സ്ക്രൂ ചെയ്യുന്നുണ്ട്. അമ്മയോട് അച്ഛന് സ്നേഹം തോന്നിയാൽ ആ സ്ത്രീ അവിടുന്ന് പുറത്താവില്ലേ? അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? അവരെ എത്രയും വേഗം ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം. ഡു ഇറ്റ്സ് ആസ് സൂൺ ആസ് പോസിബിൾ. അവർ പക്ഷേ ഇപ്പോഴും എന്നോട് സ്നേഹത്തോടെ അപ്പോട്ടാണ് പെരുമാറുന്നത്. നീ അവരുടെ മുറിയിൽ നിന്ന് പോന്നിട്ടും. അതേന്നേ, നീ ഒരു ഭയങ്കര സാധന. അവരുടെ സ്വീറ്റ് വേർഡ്സിൽ നീ ശരിക്കും മയങ്ങും.
നിനക്ക് നിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അമ്മയും ഞാനും എങ്ങനെയായാലും നിനക്ക് പ്രശ്നമില്ല. ഇങ്ങനെയായാൽ ഞങ്ങൾ തലശ്ശേരിക്ക് പോകും, അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അടുത്തേക്ക്. ചിലപ്പം എൻ്റെ അടുത്ത സ്കൂൾ ഇയർ മുതൽ നീ പിന്നെ ഞങ്ങളെ കാണില്ല. അപ്പേട്ടാ, അവൾ പൊട്ടിക്കരഞ്ഞു. എങ്കിൽ നീ എന്തെങ്കിലും ചെയ്യണം അമ്മു, എത്രയും പെട്ടെന്ന്. ഞാനൊരു ചെറിയ കുട്ടിയല്ലേ ഏട്ടാ. ചെറിയ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മതി. അപ്പേട്ട പറഞ്ഞു തരും, ഞാൻ ചെയ്യാം. എങ്കിൽ അവരും നീയും തനിച്ചുള്ളപ്പം ആ സ്ത്രീയോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറയണം. അയ്യോ, പറയണം. അത് നിൻ്റെ ഡ്യൂട്ടിയാ, എനിക്ക് അമ്മയ്ക്കും വേണ്ടി. അച്ഛനറിയില്ലേ? അറിയുമെന്ന് ഉറപ്പല്ലേ? അവർ അച്ഛനോട് പറയാതിരിക്കില്ലല്ലോ. നിന്നെ അപ്പം അച്ഛൻ വഴക്കു പറയും. അപ്പോൾ നീ തുറന്നു പറയണം, ആ സ്ത്രീ വീട്ടിൽ താമസിച്ചാൽ നീ ആ വീട് വിട്ടു പോകുമെന്ന്. അമ്മ മിണ്ടിയില്ല. അവിടെ അച്ഛൻ തോൽക്കും, നമ്മൾ ജയിക്കും, ആ സ്ത്രീ പുറത്താവും. അച്ഛൻ ആൻറ്റിയെ പുറത്താക്കിയില്ലെങ്കിലോ? എങ്കിൽ നീ എനിക്ക് ഒരു SMS തരണം. ഞാൻ വന്ന് നിന്നെ കൊണ്ടുപോരും. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് താമസിക്കാലോ, നമ്മുടെ അമ്മയോടൊപ്പം. അമ്മുവിൻ്റെ കണ്ണുകൾ തുളുമ്പി. നീ ഇത് ചെയ്യണം അമ്മു, അമ്മയെ നിനക്ക് വേണമെങ്കിൽ. അവൻ കോൾ കട്ട് ചെയ്തു. ഒരാഴ്ച ശ്രമിച്ചിട്ടും അവൾക്ക് ഏട്ടനെ അനുസരിക്കാനായില്ല. അപ്പോൾ ഫോണിൽ അപ്പുവിൻ്റെ സന്ദേശമെത്തി. ഡു ഇറ്റ് മോളു. സ്കൂളിൽ നിന്ന് എത്തിയ അമ്മുവിന് സിൻഡറിലെ ചായ ഉണ്ടാക്കുകയായിരുന്നു. ആൻറ്റിയുടെ മുഖത്ത് നോക്കാതെയാണ് അവൾ പറഞ്ഞത്, ആൻറ്റി, ഈ വീട്ടിൽ നിന്ന് പോകണം. ഞെട്ടലിൽ സിൻഡറില തിരിഞ്ഞു നോക്കി. അമ്മുവിൽ നിന്നാണ് ആ വാചകം വന്നതെന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. കുട്ടിയുടെ മനസ്സിൻ്റെ ശബ്ദമാണോ താൻ കേട്ടത്? സിൻഡറിലേക്ക് അമ്പരപ്പായി. പക്ഷേ അമ്മുവിൻ്റെ സ്വരത്തിൽ അങ്ങനെയൊരു വാചകം തൻ്റെ കാതിലെത്തിയതാണ്. അമ്മു, അവൾ വിളിച്ചു. പെയ്യാൻ വിതുമ്പി കാറ് കെട്ടിയ ആകാശം പോലെയായിരുന്നു കുട്ടിയുടെ മുഖം. അമ്മു എന്താ പറഞ്ഞത്? അമ്മു എന്തെങ്കിലും പറഞ്ഞുവോ ആൻറ്റിയോട്? അതോ ഇല്ലാത്ത ശബ്ദം കേട്ടതാണോ ആൻറ്റി? മനോരോഗികൾ ചികിത്സിച്ച് ആൻറ്റിക്കും വട്ടായോ മോളെ? പെട്ടെന്ന് അമ്മ പൊട്ടിക്കരഞ്ഞു. ആൻറ്റി, ഈ വീട്ടിൽ നിന്ന് പോകണം. എനിക്ക് ആൻറ്റിയെ ഇഷ്ടമല്ല. അവളല്ലാതെ പറയുന്നതെന്ന് ആ കരച്ചിലും മുഖത്തെ സങ്കടവും കണ്ടാൽ അറിയാം. ആ പാവം കുരുന്നിനെ കൊണ്ട് മറ്റാരോ പറയിക്കുകയാണ്. ആൻറ്റിയെ ഇഷ്ടമായിട്ട് ഇഷ്ടമല്ല എന്ന് പറയുന്നതിൻ്റെ സങ്കടമാണ് അവൾക്ക്. തൻ്റെ പൊന്നമ്മൂനെ സങ്കടപ്പെടുത്താൻ പാടില്ല. തനിക്ക് പിറക്കാതെ പോയ മകളാണ് ഇവൾ. ആൻറ്റി പോയാൽ മോൾക്ക് സന്തോഷമാവുമോ? സിൻഡ്രല്ല ചോദിച്ചു. മോൾക്ക് സന്തോഷമാവുമെങ്കിൽ ആൻറ്റി പോയേക്കാം. പെട്ടെന്ന് വേണം, ഒത്തിരി വൈകണ്ട. അവൾ കരച്ചിൽ നിർത്തിയില്ല. ശരി. ഇപ്പോൾ സിൻഡ്രല്ലയുടെ നെഞ്ച് ആർത്തലച്ച് കരയാൻ തുടങ്ങി. ആൻറ്റി പോയേക്കാം. ഇപ്പോൾ തന്നെ പോകണോ അതോ 2-3 ദിവസം എടുക്കാമോ? 2-3 ദിവസം എടുത്തോ. അപ്പോഴേക്കും ചായ ആർച്ച് കപ്പിലേക്ക് പകർന്നു സിൻഡ്രല്ല അമ്മുവിന് നീട്ടി. ആൻറ്റിയുടെ തങ്കക്കുളം, ഇത് കുടിക്കേ. ഇനി ആറിയ നൈസാവും. എനിക്ക് വേണ്ട. വേണം. ആൻറ്റി ഇവിടുന്ന് പോകും വരെ ആൻറ്റി ഉണ്ടാക്കണതെല്ലാം അമ്മു കഴിക്കണം. ഇല്ലെങ്കിൽ ആൻറ്റിക്ക് സഹിക്കില്ല. മോളെ പറ്റത് ഉമ്മയാണെങ്കിലും ആൻറ്റിയുടെയും കൂടി മോളാ നീയെ. നിന്നെ കാണാതെ ആൻറ്റിക്ക് ജീവിക്കാൻ പ്രയാസമായിരിക്കും. എന്നാലും എൻ്റെ പൊന്നുമോൾക്ക് വേണ്ടി ആൻറ്റി പോയേക്കാം. പക്ഷേ മോളത് കഴിച്ചേ പറ്റൂ. ഞാനിത് കഴിച്ചാൽ ഇവിടുന്ന് പോയിക്കോളാമോ? ഇല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് സങ്കടമാവും. സങ്കടം കൊണ്ട് എൻ്റെ അമ്മ മരിച്ചു പോവും. അമ്മുവിൻ്റെ അവസാന വാചകം സിൻഡ്രല്ലയെ പൊള്ളിച്ചു. എന്നിട്ടും അവൾ മറുപടി നൽകി. ഷോർ, ഞാൻ പോയേക്കാം മോളൂ. എനിക്ക് 2-3 ദിവസം തന്നാൽ മതി. ആൻറ്റി ഈ വീട്ടിൽ നിന്ന് മാഞ്ഞു പോയിക്കോളാം, മോളിൻ്റെ ജീവിതത്തിൽ നിന്നും. ആൻറ്റിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് അമ്മുവിനെ വേദനിപ്പിച്ചു. എങ്കിലും ഒറ്റ വലിക്ക് ചായ അകത്താക്കി കപ്പ് വാഷ് ബേസിനിൽ കഴുകി തുറച്ചു വെച്ച് അവൾ അപ്രത്യക്ഷയായി. ഈ വീട്ടിൽ കയറി വന്ന ശേഷം സിൻഡ്രല്ല അമ്മുവിനെ പഠിപ്പിച്ച ആദ്യ പാഠം ആഹാരം കഴിച്ച പാത്രങ്ങൾ സ്വയം കഴുകി തുറച്ച് വയ്ക്കണമെന്നായിരുന്നു. വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് എങ്ങനെ വസ്ത്രം അലക്കണമെന്നും പറഞ്ഞു കൊടുത്തിരുന്നു. നല്ല ഉപദേശങ്ങളോടുള്ള അവളുടെ അനുസരണ സിൻഡ്രല്ലയെ അത്ഭുതപ്പെടുത്തിയിരുന്നു. എന്നിട്ടും ഈ നന്മയുള്ള കുട്ടി എങ്ങനെ തനിക്കെതിരായി? ആൻറ്റി ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറയാൻ അമ്മുവിന് എങ്ങനെ കഴിഞ്ഞു? ഇതിന് പിന്നിൽ ഉമ്മയുടെ ചരട് വലികളുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ സങ്കടം കൊണ്ട് എൻ്റെ അമ്മ മരിച്ചു പോകുമെന്നൊക്കെ അവൾ പറഞ്ഞതെന്തിന്? സിൻഡ്രല്ലയുടെ ഉള്ളിൽ ഉമ്മയെന്ന സ്വർണ്ണ വിഗ്രഹം തകർന്നു വീണു. ആത്യന്തികമായി മനുഷ്യൻ സ്വാർത്ഥനാണ്. നിർണായക നിമിഷങ്ങളിൽ ആദർശത്തിൻ്റെ പൊയ്മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീഴും. മുൻപും സ്നേഹത്തിൻ്റെ സ്വർഗത്തിൽ നിന്ന് പടിയിറക്കം വിട്ടിട്ടുണ്ട് തന്നെ. ഇത് ജന്മശാപമാണ്. ആരോടും പരിഭവം വിചാരിച്ചിട്ട് കാര്യമില്ല. രാത്രി സപ്പർ ടേബിളിൽ വെച്ച് ബാലു ശങ്കയിൽ അവളെ നോക്കി. എന്ത് പറ്റിയെന്ന് സിൻഡ്രല്ലയ്ക്ക്? മുഖം കരഞ്ഞതുപോലെയുണ്ടല്ലോ. അച്ഛനും ആൻറ്റിക്കും മധ്യേ ഇരുന്നിരുന്ന അമ്മുവാണ് ആ ചോദ്യം കേട്ട് വിവശയായത്. എത്രയും വേഗം ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകാനുള്ള വെമ്പലായി അവൾ. രഹസ്യമായി അമ്മുവിനെ ഒന്ന് നോക്കിയിട്ട് സിൻഡ്രല്ല ബാലുവിനോട് പറഞ്ഞു. ശരിയാണ്, ഞാനിന്ന് കരഞ്ഞു. അപ്പോഴേക്ക് അമ്മു ടേബിളിൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റു. അത് കണ്ട ബാലു അവളെ ബലമായ ചെയറിൽ പിടിച്ചിരുത്തി. അതിന് നീ എന്തിനാ അമ്മു എണീറ്റ് പോണേ? നീ കാരണമാണോ സിൻഡ്രല്ല ആൻറ്റി കരഞ്ഞത്? നീ ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കേ. എന്നിട്ട് 1 മണിക്കൂർ കൂടി പഠിക്കണം. പട്ടിണി കിടന്നാൽ നെർവസ് വീക്കാവും. ഇരുന്നെങ്കിലും മുള്ളിൽമേലായിരുന്നു അമ്മുവിൻ്റെ ഇരിപ്പ്. പ്ലേറ്റിലേക്ക് അവളുടെ കൈ താണുമില്ല. ബാലു വീണ്ടും സിൻഡ്രല്ലയുടെ നേർക്ക് തിരിഞ്ഞു. എന്തിനാ ഇയാൾ കരഞ്ഞത്? എൻ്റെ അമ്മ വല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയോ?
അമ്മുവ ഡോക്ടർ എൻ്റെ ഏക ആശ്വാസം. മോളുടെ മുഖം കണ്ട ഞാൻ ജീവിക്കണത്. അതിൽ എനിക്കും അവൾക്കും പരാതിയൊന്നുമില്ലല്ലോ. മറ്റാരെങ്കിലും ഇയാളെ ചോദ്യം ചെയ്തോ? അമ്മു വീണ്ടും പരിഭ്രമത്തിലായി. ഞാനൊരിക്കൽ സ്റ്റേറ്റ്സിലുള്ള എൻ്റെ ഒരു ഓൾഡ് ഫ്രണ്ടിനോട് എനിക്കവിടെ ഹയർ സ്റ്റഡീസിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം അവൾ അത് ശരിയാക്കി എന്നെ അറിയിച്ചിരിക്കുന്നു. മോളെ പിരിയണം ഓർക്കുമ്പോൾ എനിക്ക് പക്ഷേ താങ്ങാൻ പറ്റുന്നില്ല. സിൻഡ്രല്ല വിങ്ങിപ്പൊട്ടി. അത്രയുള്ള കാര്യം ഭാര്യ ചിരിക്കാൻ ശ്രമിച്ചു. സിൻഡ്രല്ലയ്ക്ക് ഇപ്പോൾ സ്റ്റേറ്റ്സിന് പോകണമെന്നുണ്ടോ? പോയി വന്നാൽ കുറച്ചുകൂടി സാലറിയിൽ ഇവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം. പേരിന് പിന്നിലെ യോഗ്യതകളിൽ 2-3 അക്ഷരം കൂടി ചേർക്കാം. വേണമെങ്കിൽ സ്റ്റേറ്റ്സിൽ തന്നെ തുടരുകയും ചെയ്യാം. പോകുന്നത് നല്ലതാണ് ഡോക്ടർ സിൻഡ്രല്ല. പക്ഷേ താങ്കൾക്ക് ഇപ്പോഴും പഴയ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചത്. എന്നാൽ കരഞ്ഞും സങ്കടപ്പെട്ടും പോണതിൽ അർത്ഥമില്ല. എനിക്ക് പക്ഷേ പോകണം ഡോക്ടർ. അവൾ കണ്ണുകൾ തുറച്ചു. സ്റ്റേറ്റ്സിലെ ജോലി എൻ്റെ അംബീഷനായിരുന്നു. എങ്കിൽ പിന്നെ കരയില്ലെന്ന് തീരുമാനിക്കണം. യാത്ര അയക്കാൻ ഞാനും എൻ്റെ മോളും വരും. ബാലു തിരിഞ്ഞ് അമ്മുവിനെ നോക്കി. പഴയ വേവലാതി ഒഴിഞ്ഞിരുന്നെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആഹാ, സിൻഡ്രല്ല പറഞ്ഞു കേൾക്കേണ്ട താമസം ദാ എൻ്റെ മോൾ കരയാൻ തുടങ്ങിയിരിക്കണം. എനിക്ക് മതി. പെട്ടെന്ന് അമ്മു ടേബിളിനരികിൽ നിന്ന് എഴുന്നേറ്റ് വാഷ് ബേസിൻ്റെ നേർക്കോടി. ബാലു മകളെ തടഞ്ഞില്ല. അമ്മു മുറിവിട്ട് പോയതും അയാൾ സിൻഡ്രല്ലയോട് പറഞ്ഞു. മോളുടെ മുന്നിൽ വെച്ച് യാത്രയുടെ കാര്യം പറയണ്ടായിരുന്നു സിൻഡ്രല്ല. പെട്ടെന്ന് പറയുന്നതാണ് ഡോക്ടർ കുഴപ്പം. ഞാൻ പോകുമെന്ന് മുൻപേ അറിഞ്ഞാൽ അവളുടെ മനസ്സ് സ്വയം പാകമായിക്കോളും. 2 ദിവസം കഴിയുമ്പോൾ ടാറ്റ തന്ന് എന്നെ യാത്ര അയക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിക്കോളും. എന്നാ സിൻഡ്രല്ലയ്ക്ക് പോകേണ്ടത്? പേപ്പേഴ്സൊക്കെ റെഡിയാവാൻ എങ്ങനെയും 2 മാസം എടുക്കും. അതിനു മുമ്പേ ഞാനിവിടുന്ന് ഹോസ്റ്റലിലേക്ക് മാറാം. പേപ്പറുകൾ ശരിയാക്കാൻ വേണ്ടി എനിക്ക് കുറേ യാത്ര വേണ്ടിവരും. ആ സമയത്ത് അമ്മുവിനെ തനിച്ചാക്കി പോകാൻ പറ്റില്ലല്ലോ. എനിക്ക് പകരം ഡോക്ടർ ഒരു ആൾട്ടർനേറ്റ് കണ്ടുപിടിക്കണം. മോളെ ഉമയെ ഏൽപ്പിക്കണം. അതായിരിക്കും ഏറ്റവും നല്ല പോംവഴി. നോ, അതൊരിക്കലും നടക്കില്ല. ബാലുവിൻ്റെ മുഖം കറുത്തു. ഉടനെ ഒരു തീരുമാനം എടുക്കണ്ട. ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഉമയുമായി കോംപ്രമൈസ് ആയാൽ അതിലൊരു നന്മയുണ്ട് ഡോക്ടർ. കുട്ടികൾക്ക് അത് ഗുണം ചെയ്യും. അത് മനസ്സിലാക്കേണ്ടതും തീരുമാനിക്കേണ്ടതും ഉമയാണ്. അയാൾ എഴുന്നേറ്റ് മുറിവിട്ട് പോയി. താൻ ഈ വീട് വിട്ടു പോയാലും വാശിയും ദുരഭിമാനവും ഉപേക്ഷിക്കാതെ ബാലുവും ഉമയും ഒരുമിക്കാൻ പോകുന്നില്ലെന്ന് സിൻഡ്രല്ലയ്ക്ക് വ്യക്തമായി. എന്നാലും താൻ എന്ന 3-ാം മൂല ഒഴിവായാൽ ചിലപ്പോൾ അവർക്കിടയിലെ തെറ്റിദ്ധാരണകൾ നീങ്ങിയേക്കാം. അന്യർക്ക് നന്മ പകരാനായി മരക്കുരിശ് ചുമന്ന ദേവപുത്രനെ അവൾ ഓർത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ സിൻഡ്രല്ല ഡോക്ടർ ബാലഗോപാലിനെ അറിയിച്ചു. നാളെ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറുകയാണ് ഡോക്ടർ. ബാലുവിന് അത് ഞെട്ടലായി. ഇത്ര പിടിയുന്നോ? പിടിയുന്നല്ല ഡോക്ടർ. പേപ്പേഴ്സ് റെഡിയാക്കി 2 മാസത്തിനുള്ളിൽ എനിക്ക് പറക്കണ്ടേ? ഇനി അത് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. യാത്രയുടെ കാര്യം പറഞ്ഞപ്പോഴും 2 ദിവസം കഴിഞ്ഞു. സിൻഡ്രല്ല അത് മാറ്റിവെച്ചു എന്ന് പറയുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. ഇനി അത് മാറ്റിവെക്കാൻ കഴിയില്ല ഡോക്ടർ. അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ചില്ലറ ഗോസിപ്പുകളൊക്കെ പരക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്നെ അത് ബാധിക്കില്ല. പക്ഷേ ഡോക്ടറുടെ സൽപ്പേരിനെ അത് കളങ്കപ്പെടുത്തും. ബാലുവിൻ്റെ മുഖം മാറി. അപ്പോൾ ആ ഭയത്തിലാണല്ലേ ഡോക്ടർ ഇവിടുന്ന് പറക്കുന്നത്? അല്ല ഡോക്ടർ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു അംബീഷനാണിത്. നാളെ സിൻഡ്രല്ല എപ്പോഴാണ് ഇവിടുന്ന് പായ്ക്ക് ചെയ്യുക? നാളെ വൈകിട്ട് ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയ ശേഷം അമ്മുവിനെ ഡോക്ടറുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാൻ. ഞാൻ നാളെ നേരത്തെ വരാം. സന്ധ്യ കഴിഞ്ഞ് യാത്ര പോകുന്നത് ശരിയല്ല. പ്രത്യേകിച്ചും ഇതൊരു വീട് മാറ്റമാകുമ്പോൾ. സന്ധ്യയ്ക്ക് ഒരു സങ്കടമുള്ളതുപോലെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. സന്ധ്യാസമയത്ത് യാത്ര പറഞ്ഞാൽ ആളുകൾ കരയും. ഉമയുടെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഡോക്ടർ കരഞ്ഞോ? അതൊരു ഇറക്കിവിടലായിരുന്നില്ലേ? മനസ്സ് നിറയെ അപ്പോൾ വാശിയും രോഷവുമായിരുന്നു. ഉമ ആത്മഹത്യ ശ്രമിച്ചതറിഞ്ഞപ്പോൾ പശ്ചാത്താപമായി. എങ്കിലും പിന്നെയും ശങ്കരൻ തെങ്ങില്ലെന്ന മട്ടിലായി അവർ. ഇപ്പോഴും നെഞ്ചിലൊരു നഷ്ടബോധമുണ്ടെന്ന കാര്യം ഒളിക്കണില്ല. ആ നഷ്ടബോധങ്ങളൊക്കെ ഡോക്ടർ വിചാരിച്ചാൽ അവസാനിപ്പിക്കാവുന്നതേയുള്ളൂ. ഉമയുടെ ജീവിതത്തിൽ ഇനിയും മറ്റൊരു പുരുഷൻ കയറി വന്നിട്ടില്ലല്ലോ. ഭാര്യയുടെ ജീവിതത്തിൽ മറ്റൊരാൾ കയറി വന്നതുപോലെ തന്നെ വേദനാജനകമാണ് സിൻഡ്രല്ല. അവളുടെ ജീവിതത്തിൽ നമ്മൾ ഇല്ലാതെയാവുന്നത്. സിൻഡ്രല്ല ഇവിടെ താമസിച്ചു തുടങ്ങുമ്പോഴെങ്കിലും ഉമ ഒന്ന് പ്രതിഷേധിക്കുമെന്ന് ഞാൻ ആശിച്ചു. ഇല്ല, അവളുടെ മനസ്സിൽ ഞാനില്ല. പിന്നെ ഞാൻ എവിടെ പോയാലെന്താ അവൾക്ക് നഷ്ടം? ഇതിൻ്റെയൊക്കെ മറുപടി ഡോക്ടർക്ക് താമസിയാതെ കിട്ടും. അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഡ്രസ്സുകൾ ഇസ്ത്രിയിടാൻ പോവുകയാണ് ഞാൻ. ഇന്നേ പാക്കിങ് തുടങ്ങിയാലേ നാളെ വൈകുന്നേരത്തിന് മുമ്പ് തീരൂ. ഞാൻ വാങ്ങിയ കുറേ ഹൗസ് ഹോൾഡ്സ് ഉണ്ട്. അതൊക്കെ ഇവിടെ കിടന്നോട്ടെ. പിന്നെ എൻ്റെ SB അക്കൗണ്ടിൽ കുറച്ച് പണമുണ്ട്. അത് ഞാൻ ഡോക്ടറുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കുകയാണ്. വേഗം വീട് പണി പൂർത്തിയാക്കി ഈ വാടക വീട്ടിൽ നിന്നും മാറണം. നോ, പണമൊന്നും ഞാൻ ആരിൽ നിന്നും വാങ്ങില്ല. ഇത് കടമായി തരുന്നതാ. പലിശയോടെ തിരിച്ചു തരുമ്പോൾ ഞാൻ വാങ്ങാനായി തയ്യാറാണെങ്കിലോ? മറുപടിക്ക് ബാലു ഒന്ന് തപ്പി. മോളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്തു? ഡോക്ടർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവളെ എവിടെയാക്കും? എൻ്റെ ചേച്ചിമാരുടെ ആരുടെയെങ്കിലും വീട്ടിലാക്കിയാലൊന്ന് ആലോചിക്കണേ. ഈ അക്കാദമിക് ഇയർ കഴിഞ്ഞേ അത് പറ്റൂ. അത് വേണ്ടെന്ന എൻ്റെ അഭിപ്രായം. അമ്മയുടെ മരണദിവസം ആ ചേച്ചിമാരെ ഞാൻ കണ്ടതാണല്ലോ. അതിൽ ഭേദം ഉമയുടെ കൂടെ നിർത്തണതാ. ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹോസ്റ്റലിൽ.
ഡോക്ടർക്ക് ഓടിയെത്താവുന്ന ദൂരത്ത്. ശരി, ബാലു തലകുലുക്കി. അവളുടെ പുതിയ സ്കൂളിന് ഹോസ്റ്റലുണ്ട്. മോളുടെ ക്ലാസ്സിലെ 1-2 കുട്ടികളും അവിടെ താമസിക്കുന്നുണ്ട്. പഠനത്തിൽ അധ്യാപകരുടെ കയറും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ അക്കാദമിക് ഇയറിൽ തന്നെ അവളെ അവിടെ ചേർക്കാം. സിൻഡ്രല്ല നാളെ പോകുന്ന സ്ഥിതിക്ക് ഞാൻ ഒരാഴ്ചത്തേക്ക് ലീവ് എടുക്കാൻ പോവുകയാണ്. എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ സമയമെടുക്കും. സിൻഡ്രല്ല അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അടുത്ത മുറിയിൽ കടന്ന് അയൺ ബോക്സ് പ്ലഗിൽ കുത്തി അവൾ തുണികൾ പ്രസ് ചെയ്യാൻ തുടങ്ങി. വീട്ടിൽ രോഗികളെ അറ്റൻഡ് ചെയ്യാറില്ലെങ്കിലും ബാലുവിനെ കാണാൻ പനി ബാധിച്ച ഒരു കുട്ടിയെയും കൊണ്ട് അതിൻ്റെ ചെറുപ്പക്കാരായ അച്ഛനും അമ്മയും എത്തി. ആസന നിലയിൽ എത്തുന്നവരെ അയാൾ മടക്കി അയക്കാറില്ല. പക്ഷേ വീട്ടിലെ ചികിത്സയ്ക്ക് ഫീ വാങ്ങില്ലെന്ന് നിർബന്ധം. അച്ഛൻ്റെ ചുമലിൽ അവശനായി തളർന്നു കിടന്ന കുട്ടി മടങ്ങുമ്പോൾ അമ്മയുടെ എളിയിലിരുന്ന് കുസൃതി കാട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു. ഹോസ്റ്റലിലേക്ക് താമസം മാറുന്ന ദിവസവും സിൻഡ്രല്ല തന്നെയാണ് കാറിൽ ചെന്ന് അമ്മുവിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. കാറിൽ നിന്നിറങ്ങിയ അവൾ കുട്ടിയോട് പറഞ്ഞു, നാളെ മുതൽ മോളെ സ്കൂളിലാക്കുന്നു കൊണ്ടുവരുന്നതുമെല്ലാം അച്ഛനായിരിക്കും കേട്ടോ. അച്ഛൻ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയാലുടൻ ആൻറ്റിയുടെ പഴയ ഹോസ്റ്റലിലേക്ക് മടങ്ങും. 3 ദിവസത്തേക്ക് അച്ഛനും മോൾക്കും കഴിക്കാനുള്ള ആഹാരം ആൻറ്റി പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വച്ചിട്ടുണ്ട്. ചൂടാക്കി കഴിച്ചാൽ മതി. തുടർന്നുള്ള കാര്യങ്ങളെല്ലാം മോളും അച്ഛനും കൂടി തീരുമാനിച്ചാൽ മതി. മോളും അമ്മയെക്കുറിച്ച് ഉത്കണ്ഠ പറഞ്ഞല്ലോ. മോളുടെ അമ്മ ഒരാൾ വിചാരിച്ചാൽ നിങ്ങൾ 4 പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ കഴിയും. എപ്പോഴെങ്കിലും അമ്മയെ കാണുമ്പോൾ മോളത് പറഞ്ഞു കൊടുക്കണം. തോറ്റു കൊടുക്കുന്നതാണ് അമ്മോ സ്നേഹം, പരസ്പരം ജയിക്കുന്നതല്ല. സിൻഡ്രല്ല പറഞ്ഞത് മുഴുവനായി മനസ്സിലാക്കാത്തത് കൊണ്ടാവാം അമ്മു ശബ്ദിച്ചില്ല. അപ്പോഴേക്കും ബാലുവിൻ്റെ കാർ വീടിൻ്റെ ഗേറ്റ് കടന്നെത്തി. ഞാൻ താമസിച്ചോ സിൻഡ്രല്ല? ഡോർ തുറന്നിറങ്ങിയ അയാൾ തിരക്കി. ഒട്ടുമില്ല, ഞാൻ പെട്ടെന്ന് 3 കപ്പ് ചായ ഉണ്ടാക്കാം. വേണ്ട സിൻഡ്രല്ല, താൻ വൈകും. ഇല്ല ഡോക്ടർ, സന്ധ്യയ്ക്ക് സങ്കടമുള്ളതുപോലെ വൈകിട്ടത്തെ ചായയ്ക്ക് പ്രഭാതത്തിൻ്റെ ഉണർവുമുണ്ട്. 3 കപ്പ് ചായ കഴിച്ച് നമുക്ക് പിരിയാം. സിൻഡ്രല്ലയെ ഞാനും മോളും കൂടി ഹോസ്റ്റലിൽ കൊണ്ടാക്കാം. വേണ്ട ഡോക്ടർ, ഞാൻ തനിച്ച് ഡ്രൈവ് ചെയ്ത് പോയിക്കോളാം. അതാ എൻ്റെ സന്തോഷം. ഒരുമിച്ച് ചായ കുടിച്ച ശേഷം സിൻഡ്രല്ല തനിയെ ഡ്രൈവ് ചെയ്ത് പോയി. ആൻറ്റിയെ കെട്ടിപ്പിടിച്ച് അമ്മു ആർത്തലച്ച് കരയുമെന്ന ബാലുവിൻ്റെ ഭയം വെറുതെയായി. ഇരുട്ടി തുടങ്ങിയ മുഖവുമായി നിശ്ചലനിന്ദയുള്ളൂ അവൾ. രാത്രി ഭക്ഷണം ഇലക്ട്രിക് കാസറോളിൽ വെച്ച് ചൂടാക്കിയ ശേഷം അയാൾ മുറിയിലെത്തുമ്പോൾ അമ്മു മൊബൈലിൽ ആരോട് സംസാരിക്കുകയാണ്. വല്ലാത്ത ഞെട്ടലുണ്ടായെങ്കിലോ ബാലു വാതിൽ മറഞ്ഞു നിന്നു. അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോട്ടാ. ആൻറ്റി അച്ഛനോടൊന്നും പറഞ്ഞുമില്ല. ഞാനാണ് ആൻറ്റിയെ പറഞ്ഞയച്ചതെന്ന് അറിഞ്ഞാൽ അച്ഛൻ ചിലപ്പം എന്നോട് വഴക്കുണ്ടാക്കും. അതോർക്കുമ്പോൾ എനിക്ക് പേടിയാവുക ഏട്ടാ. അമ്മു. ബാലു മുറിയിലേക്ക് വന്നു. അമ്മു പേടിച്ച് വിറച്ചു പോയി. ഏതാ മോൾ ഈ ഫോൺ? അച്ഛൻ്റെ ചോദ്യത്തിന് മുന്നിൽ അമ്മുവിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. എന്നിട്ടും അവൾ വിക്കി വിക്കി മറുപടി നൽകി. അച്ഛൻ അപ്പേട്ടന് കൊടുത്ത ഫോണാ. നിൻ്റെ കയ്യിൽ അതെങ്ങനെ വന്നു? അപ്പേട്ട സ്കൂളിൽ കൊണ്ടുവന്ന് തന്നതാ. അപ്പേട്ടന് അമ്മ ഒരു ഫോൺ കൊടുത്തപ്പം എൻ്റെ ശബ്ദം കേൾക്കാനുള്ള കൊതി കൊണ്ടാ അപ്പേട്ടൻ. അമ്മു ഏങ്ങലടിച്ച് കരഞ്ഞു. എന്നിട്ടെന്താ എൻ്റെ അടുത്ത് പറയാതിരുന്നേ? മറുപടി പൊട്ടിക്കരച്ചിലായിരുന്നു. എന്നിട്ട് നീ എന്താ ഇപ്പോൾ ഫോണിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? ആൻറ്റിയെ പറഞ്ഞത് നീയായിരുന്നെന്നോ? അമ്മു ശബ്ദിച്ചില്ല. പറയടി. ബാലുവിൻ്റെ ശബ്ദം ഉയർന്നു. സത്യം പറയണം, നീ പറഞ്ഞിട്ടാണോ സിൻഡ്രല്ല ഇവിടുന്ന് പോയത്? അതെ. അമ്മു ഒച്ച വെച്ച് കരഞ്ഞു. അപ്പേട്ടൻ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ആൻറ്റിയോട് ഇവിടുന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞത് ഞാനാ. അതാ ആൻറ്റി. ഒരു ഭ്രാന്തൻ്റെ മട്ടിലായി അയാൾ. ഇവിടെ വാ. മകളുടെ ചുമലിൽ പിടിച്ച് ബാലു പുറത്തേക്ക് നടന്നു. പിന്നെ അവളെ പുറത്ത് തള്ളി ഗേറ്റടിച്ചു. എവിടെയാണെന്ന് വെച്ചാൽ പോയിക്കോ. ഇനി എനിക്ക് ഇങ്ങനെയൊരു മോളില്ല. തിരിഞ്ഞ് അയാൾ അകത്തേക്ക് നടന്നു. പക്ഷേ സിറ്റൗട്ടിൻ്റെ പടികൾ കയറും മുമ്പേ പുറത്ത് ഒരു ഓട്ടോ ബ്രേക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടു. ഉടൻ ബാലു തിരിഞ്ഞു നിന്നു. ഗേറ്റിൽ നിന്ന് കരയുന്ന അമ്മുവിൻ്റെ അരികിലായി ഒരു ഓട്ടോ നിന്നിരുന്നു. ഒരു കുതിപ്പിന് അയാൾ പാഞ്ഞ് ഗേറ്റിലെത്തി. അപ്പോഴേക്കും ഓട്ടോ ഡ്രൈവർ പുറത്തിറങ്ങി കുട്ടിയെ സമീപിച്ചു കഴിഞ്ഞു. എടാ. ബാലു ഒച്ചയുയർത്തി. അയാൾ കണ്ണടച്ച് തുറക്കും മുമ്പേ ഓട്ടോ ഡ്രൈവർ വണ്ടിയിൽ ചാടിക്കയറി പറന്നു കളഞ്ഞു. അല്പദൂരം ഓട്ടോയുടെ പുറകെ ഓടിയിട്ട് ബാലു തിരികെ മകളുടെ സമീപം എത്തി. എന്താ അയാൾ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല, അമ്മ പറഞ്ഞു. വഴിയിൽ നിന്ന് 10 വയസ്സ് തികയാത്തൊരു കുട്ടി കരയുന്നത് കണ്ടാവാം ആ ഓട്ടോ ഡ്രൈവർ വണ്ടി നിർത്തി അരികിൽ വന്നത്. ഒച്ച വെച്ച് അയാളെ ഓടിക്കേണ്ടിയിരുന്നില്ല. ആളെ കണ്ടു രക്ഷപ്പെട്ട സ്ഥിതിക്ക് ചിലപ്പോൾ കുഴപ്പക്കാരനുമാവാം. മകളുടെ മുന്നിൽ ബാലു മുട്ടുമടക്കി നിന്നു. അമ്മുവിൻ്റെ മുഖം നിറയെ കണ്ണീരായിരുന്നു. എന്തിനാ മോളോ നീ ആ പാവ സിൻഡ്രല്ലയെ? നിന്നെ ജീവനായിരുന്നില്ലേ അവൾക്ക്? നല്ല പാഠങ്ങളല്ലേ നിനക്ക് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. എന്നിട്ടും നീ എന്തിനാ പാപം ചെയ്തത് കുട്ടി? പ്രസവിക്കാനേ അമ്മയാവാനും കഴിയാത്തവളാ ആ സാധു സ്നേഹിച്ചു. വിവാഹം ചെയ്ത പുരുഷൻ ക്രൂരമായി ഉപേക്ഷിച്ചു പോയി. സകലരും അപമാനിച്ചു. സ്നേഹമോ ദയയോ ഒരിടത്തുനിന്നും കിട്ടിയില്ല. പെറ്റമ്മ വലിച്ചെറിഞ്ഞ നിന്നെ ഭൂമിയിലെ ഒരമ്മയും നൽകാത്ത സ്നേഹം നൽകി പോറ്റിയവളാ സിൻഡ്രല്ല. നീയെങ്കിലും അവളോട് ദയ കാട്ടേണ്ടതായിരുന്നു മോളെ. അച്ഛാ. അവൾ വാവിട്ട് കരഞ്ഞു. നീ കാട്ടിയ ക്രൂരത നീ തന്നെ പറഞ്ഞു കേട്ടപ്പം അച്ഛന് സഹിച്ചില്ല. ഈ പ്രായത്തിൽ ഇങ്ങനെയാവുമ്പോൾ നീ നിൻ്റെ അമ്മയുടെ മാതൃക തന്നെയാവുമല്ലോ എന്ന് എനിക്ക് തോന്നി.
ഒരച്ഛനെന്ന നിലയ്ക്ക് എനിക്ക് അത് സഹിക്കാനായില്ല. അതുകൊണ്ടാണ് പ്രാണവേദനയോടെ ആയെങ്കിലും നിന്നെ ഗേറ്റിന് വെളിയിൽ തള്ളി അച്ഛൻ ശിക്ഷിച്ചത്. ഉപേക്ഷിക്കാനല്ല, ഒന്ന് പേടിപ്പിക്കാൻ മാത്രം. എന്നിട്ടും അച്ഛനിപ്പം അച്ഛനോട് തന്നെ വെറുപ്പ് തോന്നുക കുട്ടി. ഏട്ടൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടാ അച്ഛൻ ഞാൻ. നിന്റെ ഏട്ടനോട് എന്ത് ദ്രോഹമാ ആ സ്ത്രീ ചെയ്തത്? അമ്മ കൈവിട്ട നിന്നോട് കരുണ കാട്ടിയതോ? സിൻഡർലാൻഡ് ഇവിടുന്ന് പോയില്ലേ അച്ഛൻ ആ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുകയുള്ളൂവെന്ന് ഏട്ടൻ പറഞ്ഞു. അച്ഛൻ്റെ അമ്മയുടെ ഏട്ടൻ്റെ ഒപ്പം ഒരുമിച്ച് താമസിക്കാൻ എനിക്കും കൊതിയുണ്ട് അച്ഛാ. അച്ഛൻ്റെ അമ്മയുടെ ഏട്ടൻ്റെ ഒപ്പം ഒരുമിച്ച് താമസിച്ചിരുന്നതല്ലേ എൻ്റെ മോള് 3 വർഷം മുമ്പ് വരെ? ആ സ്വർഗ്ഗം ആരെ തല്ലി തകർത്തത്? ആ 5-ാം വയസ്സിൻ്റെ നേരിയ ഓർമ്മയെങ്കിലും മോൾക്കുണ്ടാവുമല്ലോ. ആരാ അച്ഛനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? തെറ്റ് ചെയ്താലും സ്വന്തം അമ്മയെ മകൾക്ക് വെറുക്കാനാവുമോ അച്ഛാ? അയാളൊന്ന് ഞെട്ടി അമ്പരപ്പിൽ മകളെ നോക്കി. സ്വന്തം അമ്മയ്ക്ക് പകരം ആ അമ്മ ജീവനോടുള്ളപ്പം എത്ര സ്നേഹമുള്ളതായാലും മറ്റൊരമ്മയെ സ്നേഹിക്കാൻ പറ്റുമോ അച്ഛാ? പറ്റും. ബാലുവിൻ്റെ മുഖം കനത്തു. പെറ്റമ്മയെ വെറുക്കുന്ന എത്ര മക്കളുണ്ട്? എനിക്കും ആ പെണ്ണ് അച്ഛനെയും അമ്മയും വെറുക്കാൻ പറ്റില്ല അച്ഛാ. ഞങ്ങൾക്കെന്ന് നിങ്ങളുടെ കൂടെ താമസിക്കണം. നിങ്ങൾ 2 പേരേക്കാൾ വലുതായി ഞങ്ങൾക്ക് ആരുമില്ല അച്ഛാ. ഇതൊക്കെ നിൻ്റെ ഏട്ടൻ ഫോണിൽ പറഞ്ഞ് പഠിപ്പിച്ചതാണോ? അവനും 13 വയസ്സേ ആയിട്ടുള്ളൂ. നീ അവനോട് പറഞ്ഞു കൊടുക്കണം, നിൻ്റെ അമ്മ ഇവിടെ വന്ന് താമസിക്കാൻ തയ്യാറാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ അച്ഛന് വിരോധമില്ലെന്ന്. പക്ഷേ അച്ഛനൊരിക്കലും അമ്മയുടെ അച്ഛനും അമ്മയും പണിതു കൊടുത്ത ആ വീട്ടിലേക്ക് ഇനി ചെല്ലില്ലെന്ന് പറയുമോ മോൾ? എങ്ങലിനിടയിൽ അമ്മ ഉവന്ന് തലകുലുക്കി. ഒന്നുകൂടി അയാൾ തുടർന്നു. നിന്നെ കൊണ്ട് സിൻഡ്രല്ലയെ ഇവിടെ നിന്ന് പറഞ്ഞയപ്പിച്ച നിൻ്റെ ഏട്ടന് ഒരിക്കലും ഞാൻ മാപ്പ് കൊടുക്കില്ല. അവനെ ഞാൻ ഇങ്ങനെയല്ല വളർത്തിയത്. സാധുക്കളോടും നിരാലംബരോടും കരുണ കാണിക്കാത്തവൻ്റെ ജന്മം വെറുതെയാണെന്ന് എത്രയോ തവണ ഞാൻ അവന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. 3 വർഷത്തെ നിൻ്റെ അമ്മയുടെ ട്രെയിനിങ്ങിൽ അവനെല്ലാം മറന്നു. ഏട്ടൻ പാവമാച്ചാ? അല്ല. ബാലു പല്ലു ഞെരിച്ചു. പാവങ്ങൾ ഇങ്ങനെയല്ല. നീ വാ. മകളുടെ കൈ പിടിച്ച് അയാൾ അകത്തേക്ക് നടന്നു. ഒരാഴ്ചത്തേക്ക് ഞാൻ അവധിയാ. നിന്നെ തനിച്ചാക്കിയിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ കഴിയില്ല. സ്കൂളിലെ നിൻ്റെ ക്ലാസ് കഴിയുന്ന കൃത്യസമയത്ത് എനിക്ക് അവിടെ എത്തി നിന്നെ കൂട്ടിക്കൊണ്ട് പോരാനും പറ്റില്ല. ആ സ്ഥിതിക്ക് മോൾ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരും. ഞാൻ അമ്മയുടെ വീട്ടിൽ താമസിച്ചോളാം അച്ഛാ. നോ, അതുമാത്രം പറ്റില്ല. അമ്മയെ കാണാതെ അകന്നു കഴിയുമ്പോഴും നീ മനുഷ്യത്വമില്ലാതെ പെരുമാറാൻ തുടങ്ങിയിരിക്കണം. ആ സ്ഥിതിക്ക് അമ്മയുടെ കൂടെ താമസിക്കാൻ ആരംഭിച്ചാൽ നീ നിൻ്റെ അമ്മയുടെ അമ്മമ്മയുടെയും കോപ്പിയായി മാറും. എൻ്റെ മകൾ അങ്ങനെയാവേണ്ടത് എനിക്കിഷ്ടമല്ല. മുഖം കുനിച്ചു നിശബ്ദം നിന്നതേയുള്ളൂ അമ്മു. ഇലക്ട്രിക് കാസറോളിൽ ചൂടാക്കിയെടുത്ത ആഹാരം പ്ലേറ്റുകളിൽ വിളമ്പി ബാലു മകളെ വിളിച്ചു. വിശപ്പുണ്ടായിട്ടും വിശപ്പില്ല എന്ന് അവൾ കള്ളം പറഞ്ഞു. അതോടെ അയാളും ആഹാരം കഴിക്കാതെ വിളമ്പിയതെല്ലാം പഴയപടി പാത്രങ്ങളാക്കി ഫ്രിഡ്ജിൽ തന്നെ വച്ചു. ഉറങ്ങാൻ കിടന്നപ്പോൾ ബാലു അമ്മുവിനോട് ചോദിച്ചു, സിൻഡർലാൻഡിയെ പറഞ്ഞതിൽ കുട്ടിക്ക് അല്പമെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? അല്പമില്ല, നല്ലോണം വിഷമം തോന്നുന്നുണ്ട് അച്ഛാ. നാളെ നമുക്ക് പോയി ആൻറ്റിയെ തിരികെ വിളിച്ചു കൊണ്ടുപോരാൻ അമ്മുവിന് സമ്മതമാണോ? മറുപടി പറയാൻ അവൾ വിഷമിച്ചു. പറയൂ, സത്യമേ പറയാവൂ. അപ്പേട്ടൻ വിളിക്കുമ്പോൾ വീണ്ടും എന്നെ നിർബന്ധിക്കും. എതിര് പറഞ്ഞാൽ എന്നോട് പിണങ്ങും അച്ഛാ. അപ്പേട്ടൻ പിണങ്ങിയാൽ എനിക്ക് സങ്കട. വീണ്ടും അമ്മു കരച്ചിലെത്തി. വേണ്ട, കരയണ്ട. മകളുടെ ചുമലിൽ അയാൾ തട്ടിക്കൊടുത്തു. നമ്മൾ ചെന്നിന് വിളിച്ചാലും സിൻഡ്രല്ല വരില്ല. സ്റ്റേറ്റ്സിന് പോകണമെന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ നമുക്ക് ആ പാവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിൻ്റെ അമ്മയും ഏട്ടനുമൊക്കെ വിചാരിച്ചിരിക്കുന്നത് അവൾ അച്ഛൻ്റെ വിവാഹം കഴിക്കാത്ത ഭാര്യയാണെന്നാവും. മോളെങ്കിലും വിശ്വസിക്കണം. സിൻഡ്രല്ല അച്ഛൻ്റെ ആരുമല്ല, വെറും വെൽവിഷേഴ്സ് മാത്രമാണ് ഞങ്ങൾ. അച്ഛൻ്റെ നെഞ്ചോട് ഒട്ടിക്കിടന്ന അവൾ എന്തോ പിറുപിറുത്തു. അതെന്താണെന്ന് ബാലു തിരക്കിയില്ല. മോൾ ഉറങ്ങിക്കോ. ഒരാഴ്ച നമ്മൾക്കിവിടെ സുഖമായി താമസിക്കാം, അച്ഛനും മോളും മാത്രമായി. അത് കഴിഞ്ഞ് അച്ഛൻ മോളെ ഹോസ്റ്റലിൽ ചേർക്കും. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകും. അച്ഛന് ഒഴിവു ദിവസങ്ങൾ കിട്ടുമ്പോൾ മാത്രം മോളെ ഹോസ്റ്റലിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന് നമ്മളിവിടെ പാർക്കും. വിരോധമില്ലല്ലോ? നേരിയൊരു ഞരക്കമായിരുന്നു അമ്മുവിൻ്റെ മറുപടി. മോളെ ഹോസ്റ്റലിലാക്കിയ അന്ന് വൈകുന്നേരം ഹോസ്പിറ്റൽ കാൻറ്റീനിൽ വെച്ച് ബാലു ഡോക്ടർ വിനു തോമസിനെ കണ്ടു. കാൻറ്റീനിൽ ഡോക്ടേഴ്സിനുള്ള സ്വകാര്യ മുറിയിലായിരുന്നു രണ്ടാളും. നൈറ്റ് ഡ്യൂട്ടിക്ക് എത്തിയതായിരുന്നു 2 പേരും. മോളെ ഹോസ്റ്റലിലാക്കിയത് അറിഞ്ഞ് വിനു തിരക്കി. അതിനും നല്ലത് ഉമയെ ഏൽപ്പിക്കുമായിരുന്നില്ലേ? ഉമയെ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് എൻ്റെ മകൾ നഷ്ടപ്പെടും വിനു. അതെങ്ങനെ? നിങ്ങൾ പിരിയുമ്പോഴുള്ള ഉമയല്ല ബാലഗോപാൽ ഇപ്പോഴുള്ളത്. ലാപ്രോസ്കോപ്പിക് സർജൻ എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ മുൻനിര ഡോക്ടർമാരിൽ ഒരാളാണ് ഉമാ മഹേശ്വരി. അതുപോലെ തന്നെ സമൂഹ നന്മയ്ക്കായി മാത്രം ആരംഭിച്ച ജീവ എന്ന സംഘടനയുടെ ജീവാത്മാവും പരമാത്മാവും കൂടിയാണ് ഉമ. ബാലുവിന് സംഭവിച്ച കുഴപ്പമെന്താണെന്ന് വെച്ചാൽ, ഉമയിൽ നിന്ന് പിരിഞ്ഞതോടെ താങ്കളൊരു അച്ഛൻ മാത്രമായി. താങ്കളുടെ ഡോക്ടർ പോലും കുടുംബത്തിനു വേണ്ടി ഓടി നടന്നു കഷ്ടപ്പെടുന്ന ഒരു തൊഴിലാളി മാത്രമായിരിക്കുന്നു. കുട്ടികളോട് ഓവർ കെയർ പാടില്ല ബാലു. അത് അവരെ കഴിവുകെട്ടവരാക്കും. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല വിനു. ബാലു എതിർത്തു. എൻ്റെ മകൻ എത്രമാത്രം അധപതിച്ചു പോയെന്ന് എനിക്കറിയാം. സമൂഹത്തിനു വേണ്ടി രാപ്പകൽ പ്രവർത്തിക്കുമ്പോൾ ഉമ സ്വന്തം മക്കളെ മറന്നു പോകുന്നു. അമ്മുവാണെങ്കിൽ ഒരു പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടിയുടെ മേൽ എപ്പോഴും അമ്മയുടെ കണ്ണു വേണം. പെൺകുട്ടികളെന്ന് സ്പെഷ്യലൈസ് ചെയ്യാൻ പാടില്ല ബാലു. ആൺകുട്ടികളെ പോലെ അവരും വളർന്നുകൊള്ളും. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് ഒപ്പമോ അവരിലും മേലെയോ മിടുക്കരാണ്. ഡോക്ടർ വിനുവിന് പെൺമക്കളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്.
ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളിൽ നമ്മൾ ശ്രദ്ധ പ്രത്യേകം കൊടുക്കണം. മാനഭംഗങ്ങളും സ്ത്രീ പീഡനങ്ങളുമൊക്കെ ഇപ്പോൾ നാൾക്കുനാൾ ഏറി വരികയാണ്. ഉമയെ പോലൊരു അമ്മയ്ക്ക് ഒരു മകളെ നന്നായി വളർത്താനാവില്ല വിനു. ബാലു തോറ്റുതരില്ലെന്ന് ഉറപ്പായതോടെ വിനു തോമസ് ആ വിഷയം അവസാനിപ്പിച്ചു. രാവിലെയും രാത്രിയും ബാലു ഹോസ്റ്റലിലേക്ക് വിളിച്ച് പതിവായി വിവരം തിരക്കും. മോൾക്കൊരു ചെറിയ ജലദോഷമുണ്ടായാൽ പോലും അയാൾ പാഞ്ഞു ഹോസ്റ്റലിലെത്തും. ഹോസ്റ്റലിൽ മൊബൈൽ ഫോണിന് വിലക്കുണ്ടായിരുന്നതിനാൽ അപ്പുവിന് അനിയത്തിയോട് സംസാരിക്കാൻ കഴിയാതെയായി. സ്കൂളിലെത്തിയാണ് അവൻ അമ്മുവിനെ കണ്ടിരുന്നത്. ആ സ്ത്രീയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയെങ്കിലും നമുക്കൊരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ലല്ലോ മോളെ. അപ്പു ഖേദം പ്രകടിപ്പിച്ചു. അച്ഛനൊരിക്കലും എന്നെ അവിടേക്ക് അയക്കില്ല അപ്പേട്ടാ. സിൻഡർലാൻഡിയെ പറഞ്ഞു വിട്ടത് ഞാനാണെന്നറിഞ്ഞതും അച്ഛൻ എന്നെ ഗേറ്റിന് വെളിയിൽ തള്ളിയതാ. പക്ഷേ പെട്ടെന്ന് ഓടി വന്ന് എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയി. ഹോസ്റ്റലിൽ നിന്ന് നിനക്കൊരു ദിവസം ചാടി പോരാൻ പറ്റുമോ അമ്മു? എൻ്റെ മൊബൈലിലേക്ക് നീ ഒരു മിസ്റിട്ടാൽ മതി. ഞാൻ വന്ന് നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോന്നോളാം. ഹോസ്റ്റലിൽ മൊബൈൽ അനുവദിക്കില്ല ഏട്ടൻ എനിക്ക് തന്ന ആ ഫോൺ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവർ. അച്ഛൻ വിളിക്കുന്നതെല്ലാം ലാൻഡ് ഫോണിലാണ്. അച്ഛനും അമ്മയോ അല്ലാതെ ആരും വിളിക്കാൻ അവർ അനുവദിക്കുകയുമില്ല. സ്കൂളിലെ സ്ഥിതി അതുപോലെ തന്നെയാ. മാസത്തിൽ ഒരു തവണയിൽ കൂടുതൽ സന്ദർശനം അനുവദിക്കില്ലെന്ന് ഇന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. അനുവദിക്കണമെങ്കിൽ തക്കതായ റീസൺ പറയുകയും വേണം. വീട്ടിൽ നിന്ന് ഗാർഡിയൻ്റെ ലെറ്ററും കൊണ്ടുവരണം. അമ്മ ലെറ്റർ തരില്ല ഏട്ടാ. ഒരിക്കലുമില്ല അമ്മോ. ഞാൻ ഇതുവരെ വിളിച്ചതും കണ്ടതുമല്ല അമ്മയെ വിളിച്ച. അച്ഛൻ്റെ അനുവാദമില്ലാതെ നിന്നെ ഞാൻ കാണാൻ പാടില്ലെന്ന അമ്മയുടെ വിലക്ക്. അമ്മയുടെ ആ നല്ല മനസ്സൊന്നും അച്ഛൻ അറിയണതേയില്ല. ആ സ്ഥിതിക്ക് ഇനി എന്നെ കാണാൻ വരില്ല ഏട്ടാ. ഇല്ല മോളെ, അടുത്ത തവണത്തേക്ക് അമ്മയുടെ ലെറ്റർ ഇല്ലാതെ വന്നാൽ കാണാൻ അനുവദിക്കില്ലെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു കഴിഞ്ഞു. അമ്മുവിൻ്റെ കണ്ണുകൾ തുളുമ്പി. അപ്പോൾ നമുക്കിനി കാണാൻ പറ്റില്ലേ അപ്പോട്ടാ? അപ്പുവിൻ്റെ ചുണ്ടുകൾ വിതുമ്പി. എനിക്കറിയില്ല മോളെ. ഹോസ്റ്റലിലും വിസിറ്റേഴ്സിനെ അനുവദിക്കില്ല. അച്ഛനല്ലാതെ ആര് വന്നാലും എന്നെ കാണാൻ പോലും അനുവദിക്കില്ല. അച്ഛൻ അങ്ങനെ നിബന്ധന വച്ചിട്ടുണ്ടാവും. നിബന്ധന വച്ചില്ലെങ്കിലും ഞങ്ങളുടെ മേട്ടറിന് അനുവദിക്കില്ല. ഹോസ്റ്റലിൽ ഡാൻസ് പഠിപ്പിക്കാനും പാട്ട് പഠിപ്പിക്കാനും 2 പേർ വരുന്നുണ്ട്. അവരെ മാത്രമേ അനുവദിക്കൂ. പാട്ട് പഠിപ്പിക്കാൻ വരുന്നത് വയസ്സായ ഒരു അപ്പൂപ്പനാ. ഡാൻസിന് ഒരു സുന്ദരി ടീച്ചറും. അപ്പോഴും മേട്ടറിന് ആ കസേരയിൽ വന്നിരിക്കും. ഹോസ്റ്റലിൽ നിന്ന് കുട്ടികളെ വശീകരിച്ച് കൊണ്ടുപോകുന്നവരുണ്ടത്രേ. അതാ മേട്ടറിന് പേടി. കണ്ടില്ലെങ്കിലും മോള് സുഖമായിരിക്കണമെന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. ഗേറ്റിന് പുറത്ത് നിന്നെങ്കിലും നീ സ്കൂൾ ബസ്സിൽ കയറുന്നത് ഏട്ടന് കാണാലോ. അതും 2 മാസം കൂടിയേ പറ്റൂ. അടുത്ത സ്കൂൾ ഇയർ മുതൽ എന്നെ വേറെ സ്കൂളിലാണ് ഇത്രേ ചേർക്കുക. അച്ഛൻ ഞങ്ങൾക്കായി പണിഞ്ഞ പുതിയ വീടിനടുത്തുള്ള സ്കൂളിൽ. ആ സ്കൂളിന് ഹോസ്റ്റലുണ്ടത്രേ. പുതിയ വീട് മോള് കണ്ടോ? ആ, 2 ചെറിയ വീടുകൾ. ചെറുതാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. ഒന്ന് അപ്പേട്ടനോ ഒന്ന് എനിക്കുമാ. എനിക്ക് ആ വീട് വേണ്ട. അങ്ങനെ പറയരുത് ഏട്ടാ. ഏട്ടനോട് അച്ഛന് നല്ല സ്നേഹമുണ്ട്. ഏട്ടൻ്റെ പഴയ ചിത്രങ്ങളുള്ള ആൽബം അച്ഛൻ ഇടയ്ക്കിടെ എടുത്തു നോക്കാറുണ്ട്. നമ്മളെല്ലാവരും ഒന്നിച്ചുള്ള പഴയ സീഡികളും പ്ലേ ചെയ്ത് കാണാറുണ്ട്. ആ പണി അമ്മയ്ക്കും ഉണ്ട്. ഞാൻ കാണാതെ അമ്മ അത് കണ്ടു കരയാറുമുണ്ട്. അപ്പോഴേക്കും സന്ദർശക സമയം അവസാനിച്ചു. പോട്ടെ മോളെ. തിരിഞ്ഞു നടന്നുകൊണ്ടാണ് അവൻ പറഞ്ഞത്. ആരെ അനുവദിച്ചില്ലെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും കാണും. അന്ന് സന്ധ്യയ്ക്ക് അമ്മുവിൻ്റെ ക്ലാസ് ടീച്ചർ ഉമയെ ഫോണിൽ വിളിച്ചു. ഡോക്ടർ, ഒരു ന്യൂസുണ്ട്. എന്താ ടീച്ചർ? ഡോക്ടറുടെ മകൻ ഇന്നും ഭാവയാമിയെ കാണാൻ സ്കൂളിൽ വന്നിരുന്നു. സോമബാലിൻ്റെ അമ്മയുടെയും ഭാവയാമിയുടെയും അച്ഛൻ്റെയും ലെറ്റർ ഇല്ലാതെ കുട്ടികളെ ഇനി കാണാൻ അനുവദിക്കില്ല എന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞത്. ഭാവയാമിയെ കാണണമെങ്കിൽ എൻ്റെ അനുവാദം പോരല്ലോ ടീച്ചർ. അവളുടെ അച്ഛൻ്റെ അനുവാദം വേണ്ടേ? അതൊന്നുമല്ല ഡോക്ടർ ഇവിടെ വിഷയം. ഡോക്ടറുടെയും ഹസ്ബൻഡിൻ്റെയും ദാമ്പത്യ കഥ ഇവിടെ കുട്ടികൾ പാടി നടക്കുന്നു. ഭാവയുടെ കാതിൽ അത് എത്തിയിട്ടില്ല. എത്തിയാൽ കുട്ടിക്കും അത് വിഷയമാവില്ലേ? സോമനാഥനെ ഞാൻ തടയണമെന്നാണോ ടീച്ചർ ഉദ്ദേശിക്കുന്നത്? എന്ന് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അവർ കൂടപ്പിറപ്പുകളാണ് ടീച്ചർ. അവരുടെ സ്നേഹം വേർപിരിഞ്ഞ് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരു പാഠമാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഡോക്ടർക്കെതിരെയാണോ വിരൽ ചൂണ്ടുന്നത്? അതെ. നമ്മുടെ തെറ്റുകളല്ലാതെ ആവില്ലല്ലോ. തെറ്റാണെന്ന് മനസ്സിലായി തിരുത്തിക്കൂടെ? തിരുത്തേണ്ട സമയം കഴിഞ്ഞു ടീച്ചർ. അദ്ദേഹത്തിൻ്റെ ഒപ്പം മറ്റൊരു സ്ത്രീ താമസമായി. ഞാനും അങ്ങനെ കേട്ടു. പക്ഷേ ഡോക്ടർ സന്നദ്ധയാണെങ്കിൽ അദ്ദേഹം ആ സ്ത്രീയെ ഒഴിവാക്കില്ലേ? ചെയ്ത തെറ്റിനേക്കാൾ വലുതാവില്ല ടീച്ചർ അത്. മറ്റൊരാളെ ഒഴിപ്പിച്ചുകൊണ്ട് ഒരു സ്വർഗവും എനിക്ക് വേണ്ട. എൻ്റെ മക്കൾക്കും. മറ്റുള്ളവരുടെ നെടുവീർപ്പുകളും കണ്ണീരും നമുക്കൊരിക്കലും സ്വസ്ഥത തരില്ല. അങ്ങനെ ചിന്തിച്ചാൽ ഇന്നത്തെ പല ആളുകളും ചെയ്യുന്നത്. ഇന്നത്തെ ആളല്ല ടീച്ചർ ഞാൻ. ഒരുപാട് പഴകിയൊരു മനസ്സാണ് എൻ്റേത്. കുറേ നാളുകൾക്ക് ശേഷം അന്ന് രാത്രി ഉമ അപ്പുവുമായി സംസാരിച്ചു. അമ്മുവിനെ കാണാൻ പോണത് നല്ലത് തന്നെ. പക്ഷേ സ്കൂൾ അധികൃതരെ കൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യിക്കല്ലേ മോനെ. അതോടെ അവൻ കഴിഞ്ഞതെല്ലാം തുറന്നു പറഞ്ഞു. അമ്മുവിനെ കൊണ്ട് സിൻഡർലയെ ആ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചതുവരെ. മനസ്സിൻ്റെ വിലക്കുകളെ മറികടന്ന് ആദ്യമായി ഉമ മകനെ അടിച്ചു. പത്രങ്ങളിലും തരംതാണ കഥകളിലുമൊക്കെ വായിക്കുന്ന തരം അധമ പ്രവൃത്തിയല്ലേ അപ്പൂ നീ ചെയ്തത്? നിൻ്റെ അച്ഛനെ പോലൊരു വലിയ മനുഷ്യൻ ഇതെങ്ങനെ പൊറുക്കും? തോറ്റു കൊടുക്കുന്നതിന് പകരം പ്രതിഷേധത്തിൽ അമ്മയെ
തറച്ചു നോക്കി അപ്പു പുലമ്പി. അതെ, അധവന ഞാൻ. അതുകൊണ്ട് ഡോക്ടർ ബാലഗോപാലിനെയും ഡോക്ടർ ഉമാ മഹേശ്വരിയെയും പോലെ 2 പേർക്കിടയിൽ എനിക്കിനി ജീവിക്കേണ്ട. അതുകൊണ്ട് അച്ഛൻ ചെയ്തതുപോലെ എന്നെയും ഈ ഗേറ്റിന് വെളിയിൽ തള്ളിയേക്ക്. പിന്നീട് ഒരിക്കലും നിങ്ങൾ 2 പേരുടെയും മുന്നിൽ അപ്പു വരില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ സ്വയം പോയേക്കാം. തിരിഞ്ഞ് അവൻ പുറത്തേക്ക് ഓടി. അപ്പു, അവൾ പുറകെ ഓടി. ഉമ സ്റ്റെയർ കേസിന് മുകളിലെത്തിയപ്പോൾ അപ്പു താഴേക്കിറങ്ങി മെയിൻ ഡോർ തുറന്നു കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഹീലുയർന്ന ചെരുപ്പ് അവൾ മാറ്റിയിരുന്നില്ല. മോനെ എന്ന് കരഞ്ഞുകൊണ്ട് ഓടുന്നതിനിടയിൽ കാലിലെ ചെരുപ്പ് തന്നെ ഉമ സ്റ്റെയർ കേസിലേക്ക് വഴുതി വീണു. പിന്നെ ഒന്നൊന്നായ പടികളിലൂടെ ഉരുണ്ട് താഴെയെത്തി നിശ്ചലയായി. ആ മുഖം ചോരയിൽ കുതിർന്നു. കഥ തുടരും.